അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. പരിശുദ്ധ റമളാനിലേക്ക് മുസ്ലിം ലോകം കാലെടുത്ത് വെക്കാനിരിക്കുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനമായി നാം റമളാനിൽ മനസ്സിലാക്കേണ്ടത്, റമളാനിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിലെ സമയങ്ങളുടെ പ്രാധാന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തിൽ കാണാം, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. മനുഷ്യൻ രണ്ട് അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ല, വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. ആ വിഷയത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? ഒന്നാമതായി അസ്സിഹത്തു, മനുഷ്യൻ്റെ ആരോഗ്യമാണ്. വൽ ഫറാഗ്, മനുഷ്യൻ്റെ ഒഴിവ് സമയം, മനുഷ്യൻ്റെ ടൈമാണ്. ഈ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കാത്ത വിഷയമെന്ന് പറയുമ്പോൾ പ്രധാനമായി മുസ്ലിം സമുദായമൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളായി പല ആളുകളും മാറിക്കൊണ്ടിരിക്കുന്നു. പ്രഷറാണെങ്കിലും ഷുഗറാണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അത് ഇന്ന് ആളുകൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഹേതുകമെന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആരോഗ്യത്തെ പരിഗണിക്കാതെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളുടെയൊക്കെ പിന്നാലെ ആളുകൾ പോയതുകൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയമായി പഠിച്ച ആളുകളാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൽ ഫറാഗ്, മനുഷ്യൻ്റെ ഒഴിവ് സമയം, മനുഷ്യൻ്റെ ടൈം, അതിൻ്റെ വില ആളുകൾ മനസ്സിലാക്കുന്നില്ല. സമയം കൊല്ലികളായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന് എല്ലാ അർത്ഥത്തിലും ഈ ലോകത്തിലേക്കും പരലോകത്തേക്കും ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാകുന്ന സമയങ്ങളെ വെറുതെ കൊല്ലുകയാണ്. നിങ്ങൾ സമയത്തെ കൊല്ലരുത്. സമയമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിലപ്പെട്ട ഒരു നിഅമത്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ ഓരോ ദിവസത്തെ സമയവുമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ, അത് തീർന്നു കഴിഞ്ഞാൽ, നമ്മിൽ നിന്ന് യാത്ര ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരില്ല. അത് നമ്മോട് ആ സമയത്ത് പിന്നീട് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ വരുന്ന സമയത്ത് ഒരു അമല് ചെയ്താൽ, ഒരു ഇബാദത്ത് ചെയ്താൽ വലിയ കൂലി, 70,000 വരെ കൂലി നൽകുമെന്നൊക്കെ ഹബീബ് പഠിപ്പിച്ചതായിട്ടുള്ള ആ മാസങ്ങളിലെ ഓരോ സമയത്തെയും നാം ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനത്തിൽ കാണാം, യതഹസ്സറു ഇബ്നു ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ കടന്നു വരുമ്പോൾ ഓരോ മനുഷ്യന്മാരും ഖേദിക്കുകയാണ്. ആലോചിച്ചുകൊണ്ട് അവർ ബേജാറാവുക എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള മാനസിക അവസ്ഥയിലേക്ക് അവർ കടന്നു വരികയാണ്. എന്തിനാണവർ? ഇബ്നു ആദം, മനുഷ്യന്മാർ എല്ലാവരും, സ്വർഗത്തിൻ്റെ അവകാശിയാവട്ടെ, നല്ലവരാവട്ടെ, മോശക്കാരാവട്ടെ, ആരാണെങ്കിലും അവർ ഖേദിക്കുകയാണ്. എന്തിനാണവർ ബേജാറാകുന്നത്? അൻസാഅത്തിൻ ലം യദ്കുരില്ലാഹ ഫീഹ, അള്ളാഹുവിനെ ഓർക്കാത്ത, സുഹൃതങ്ങൾ ചെയ്യാത്ത ഓരോ നിമിഷത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് അവർ ഖേദിക്കുകയാണ്. ലം യദ്കുരില്ലാഹ ഫീഹ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്വർഗത്തിലുള്ള ആൾ ഖേദിക്കുകയാണ്. ഇപ്പോൾ ഒരു സഹോദരി സ്വർഗത്തിൽ കടക്കുകയാണ്, ഒരു യുവാവ് സ്വർഗത്തിലേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ സ്വർഗത്തിലതാ അവൻ്റെ ഒരുപാട് കൂട്ടുകാർ, അവൻ്റെ കൂടെ ജീവിച്ച ആളുകൾ, അവൻ്റെ സഹപാഠിയായി ലോകത്ത് ജീവിച്ച ആളുകൾ, അവർ സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ, ഉന്നതമായ പർവ്വങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ആലോചിക്കുകയാണ്, അള്ളാഹുവേ, ആ മനുഷ്യനെ പോലെ കുറച്ചുകൂടി ടൈമുകളെ, സമയങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിലൂടെ പ്രവാചകന്മാരുടെ കൂടെ, മറ്റു മഹാന്മാരുടെ കൂടെ കനകസിംഹാസനങ്ങളിൽ ജീവിക്കാമായിരുന്നല്ലോ എന്നൊരു ഖേദം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ 9 A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഖേദം വരികയാണ്.
ഞാൻ കുറച്ചുകൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിക്കുന്ന സുരഭിലമായിട്ടുള്ളൊരു മുഹൂർത്തം സംജാതകമാകുമായിരുന്നല്ലോ എന്നൊരു ഖേദം. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ നാളെ നരകവാസികൾ അവിടെ വെച്ചുകൊണ്ട് അവരുടെ വികാരം, അവരുടെ വിലാപം നടത്തുന്നതായി ഖുർആൻ രേഖപ്പെടുത്തുന്നു. വഹും യസ്തരിഹൂന ഫീഹ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അശ്റയിലേക്ക് കടന്നു വരുമ്പോൾ നരകവാസികൾ അവരിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹും യസ്തരിഹൂന ഫീഹ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ, ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് കൊണ്ടുപോകുമോ അല്ലാഹുവേ. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് വിലപിച്ചുകൊണ്ട് പറയുകയാണവർ. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് ഞാൻ വേണ്ടുവോളം സമയം തന്നിട്ടില്ലായിരുന്നുവോ? 60 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 40 വയസ്സ് വരെ, അങ്ങനെ വിശാലമായ ജീവിതത്തിൻ്റെ യാമങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലായിരുന്നുവോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ കടന്നു വന്നിട്ടില്ലായിരുന്നുവോ? പ്രവാചകന്മാർ, പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആളുകൾ കടന്നു വന്നിട്ടില്ലായിരുന്നുവോ? അതുകൊണ്ട് ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. ഈ ദിവസം അക്രമികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ല. എന്നാൽ മനുഷ്യന്മാർ ഇന്ന് സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ലെങ്കിലും അവരെല്ലാം അവരുടെ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു ദിനം, ഒരു നാടകീയമായ മുഹൂർത്തം അവരിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഏതാണ് ആ നേരം? ഓരോരുത്തരും മരണാസന്നരായി കിടക്കുന്ന നേരമാണ്. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഇവിടെ അള്ളാഹു പറയുന്നു, മരണാസന്നനാകുന്ന നേരത്ത് അള്ളാഹുവിനോട് മനുഷ്യന്മാർ പറയുന്നത്, എനിക്ക് സമയം തരണം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അജലിൻ ഖരീബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അനുസരിച്ചുകൊണ്ട് അടുത്ത ഒരു ടൈം എന്നാണ്. ഒരു സെക്കൻഡിനെ ചോദിക്കുന്നില്ല, ഒരു മിനിറ്റിനെ ചോദിക്കുന്നില്ല, ഒരു മണിക്കൂറിനെ ചോദിക്കുന്നില്ല, ഒരു ദിവസത്തെ ചോദിക്കുന്നില്ല. അള്ളാഹുവേ, ഒരു സെക്കൻഡ് നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിൽ ആവശ്യക്കാരനാണ്. ഇനിയില്ല, ഒരു സെക്കൻഡിൻ്റെ 1000 അംശമാണ് നീ എനിക്ക് നൽകുന്നതെങ്കിൽ കൂടി ഞാനതിലേക്ക് ആവശ്യക്കാരനാണ് എന്ന ഒരു ഗംഭീരമായ പ്രഖ്യാപനം, ഒരു വേവലാതി, ഒരു ആവലാതി അള്ളാഹുവിനോട് പറയുകയാണ്. ഇവിടെ നാം സമയത്തെ കൊല്ലുന്നു, അവിടെയാണെങ്കിൽ നാം സെക്കൻഡിന് വേണ്ടി, സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയത്തിന് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാനാണ് വരുന്നത്. ഒരു അമല് ചെയ്താൽ, ഇബാദത്ത് ചെയ്താൽ അള്ളാഹു വലിയ കൂലി നൽകുന്ന പരിശുദ്ധ റമളാൻ. ഈ റമളാനിൽ സമയം കൊല്ലികളായ പ്രവർത്തനങ്ങളിലൂടെ നാം കടന്നു പോവാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ സോഷ്യൽ മീഡിയ സംസ്കാരത്തിനൊക്കെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ, ലക്കും ലഗാനുമില്ലാതെ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾക്ക്, ഹദീസുകൾക്ക്, അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.